ഏറ്റവും ആദരവോടെ ആ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ആദ്യമെത്തിയ പേരാണ് ശ്രീ കലാമണ്ഡലം വിപിൻ ശങ്കർ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേഷത്തോടു കൂടി ആയതുകൊണ്ട് അടുത്ത കഥയിലെ പ്രധാന വേഷം ചെയ്യേണ്ട ആളാണ്. വിപിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പരിചയപ്പെടുത്തൽ വളരെ പരിമിതമായ വാക്കുകൾ ഈ അവസരത്തിൽ ചുരുക്കുകയാണ്. കലാമണ്ഡലത്തിൻ്റെ വൃത്തിയും വെടുപ്പുമുള്ള ആ ട്രെയിനിങ് വിദഗ്ധന്മാർ പറയുന്നത് അവിടുത്തെ പഠന ക്ലാസ്സുകൾക്കൊക്കെ അപ്പുറത്താണ് അവരുടെ സാധനം. ആ കലാമണ്ഡലത്തിലെ അധ്യാപകരും ആ സ്ഥാപനവും സർക്കാരും ആശയങ്ങളും ഒക്കെ നൽകുന്ന പിന്തുണയേക്കാൾ വലുതാണ് അത്രേ കലാമണ്ഡലത്തിലെ സാധകം എന്ന സംഗതി. ആരും മുമ്പ് ഒരു യോഗത്തിൽ പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. ഇതിനേക്കാൾ യോജിച്ച ആസ്വാദനം ഇടുന്ന പേര് സാധകശാല. അതാണ് കലാമണ്ഡലം. ആ സാധകത്തിന്റെ സർവ ഗുണങ്ങളും അതാത് പ്രായത്തിനനുസരിച്ച് കരസ്ഥമാക്കാൻ ശ്രീ കലാമണ്ഡലം വിപിൻ ശങ്കറിന് കഴിഞ്ഞിട്ടുണ്ട്. കലാമണ്ഡലം വിപിനെ കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഇതിന് പ്രത്യേകതയുണ്ട്. ഒരു തവണ ഇവിടെ വന്ന ഇതേപോലെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഇവരെയൊക്കെ വിപിനടങ്ങുന്ന ഒരു വലിയ ബാച്ചിനെ താഴെ ക്ലാസ്സുകളിലെ പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് ചെന്ന അവസരത്തിൽ അതിന്റെ ചുമതല ഗോപിയാശാന് വന്നു ചേർന്നു. കാരണം ശിബി ഒക്കെ പെട്ടെന്ന് എന്നാണ് എൻ്റെ അറിവ്. അക്കാലത്ത് വിപിൻ ഒരിക്കൽ പറയണ്ടേ, ആനന്ദം എന്ന മുദ്ര ക്ലാസ്സിലേക്ക് ചെന്ന് ഇത്രയും വർഷം ഇവിടെ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് അരങ്ങുകളിൽ പ്രവർത്തിച്ച് നല്ല അഭിപ്രായം ഒരുപാട് ആൾക്കാരും ആസ്വാദനമൊക്കെ പറഞ്ഞിട്ടും ഒരു മുദ്ര കാണിക്കുന്നത് ഞാൻ തെറ്റിയാണെന്ന് കാണിച്ചത്. ആദ്യത്തെ കാഴ്ചയിൽ ഗോപിയാശൻ അത് കറക്റ്റ് ചെയ്തു. തുടർന്ന് ആ ആശാനോടുള്ള ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് അരങ്ങുകളിൽ ഇദ്ദേഹത്തെ കാണാനും സഹായിക്കാനും ഒപ്പം കൂടാനൊക്കെ ഇതിന് അവസരം കിട്ടുന്നു. ആ കിട്ടിയ ട്രെയിനിങ് നളയൂർ മുഴുവൻ ചൊല്ലി അടിക്കാൻ ആശാൻ കാണിച്ച ആ ഗ്രൂപ്പിൽ വിപിന് പെടാൻ പറ്റിയ ഭാഗ്യം അത് നമുക്ക് കാണണമെങ്കിൽ അയാൾ അതിനെ തുടർന്ന് ചെയ്ത ചിത്രപ്രധാനമായ വേഷങ്ങളുടെ ബാക്കി പത്രങ്ങളൊക്കെ കലാമണ്ഡലത്തിൽ വൃത്തിയായിട്ട് കൊടുത്തൊക്കെ ഒരു ഉത്തമമായ സ്ഥാപനം. അത് കഴിഞ്ഞ് വരുന്ന കഥകളിൽ ഇവരുടെ ഒരു ജനമനസ്സറിയാനുള്ള ആ അരങ്ങ് രീതി ഇത്രയും നിയമമായിട്ട് ചെയ്തൊരു കലാകാരൻ വേറെ ഈ കഥകളിലോട്ട് ഉണ്ടാവുക ചെയ്താണ് ഗോപിയാശൻ. ആ ഗോപിയാശന്റെ ശിക്ഷണത്തിലൂടെ ഏത് വേഷത്തെ ആ ഒരു ചിട്ടയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഇവരൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു പലർക്കും എന്നെ ഭാഗ്യം. മാത്രമല്ല ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അച്ഛനമ്മമാരുടെ പ്രതീക്ഷയായി വളർന്ന ഇപ്പോൾ കലാമണ്ഡലത്തിലെ പഠനശേഷം വേഷങ്ങൾ കിട്ടി തുടങ്ങി. നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങി. ഒരു ചെറിയ സ്കൂൾ പോലെ അവർ സ്ഥാപിച്ച കുട്ടികളുണ്ട്. അവനവൻ്റെ ഏറ്റവും സന്തോഷത്തോടെ ആ നല്ല വ്യവസ്ഥനായി വീണ്ടും നോക്കണം. ഈ തൊഴിൽ കൊണ്ട് ഈ കല കൊണ്ട് ഇതിനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട വരല്ലേ. എനിക്ക് ഒരു ചെറിയ സങ്കടത്തോടെ വിപിൻ എന്നോട് സംസാരിച്ചൊരു ഓർമ്മയുണ്ട്. വേഷങ്ങൾ വലുത് ആഗ്രഹിക്കുന്നെങ്കിലും വേണ്ട ഉടനെ കിട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, വരും, നിന്റെ വഴി തെളിഞ്ഞ് കിടക്കാൻ പോകുന്നു, ഇനിയും വരും. ശ്രീ വിപിൻ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ആശങ്കയുണ്ട്, അപ്പൊ കൂടുന്നു. അത് ആ ആശങ്കയൊക്കെ ഇപ്പൊ പറഞ്ഞോളൂ. എത്രയോ നല്ല വേദികളിൽ വിപിൻ ധാരാളം വേഷങ്ങൾ, അത് എടുത്തു പറയേണ്ട രണ്ടെണ്ണം ഞാൻ പറയട്ടെ. ഇന്ന് കഥകളി യുവത്വം അടക്കം സീനിയറായ 2-3 ആൾക്കാർ മാത്രം ഞാൻ ഓർത്ത് കാണണം. ശേഷിക്കുന്ന മുഴുവൻ കേരളത്തിലെ കഥകളി കലാകാരന്മാരും ഏത് ഗ്രേഡുകളിലെടുത്താലും അവരെക്കാൾ ഒക്കെ കൂടുതലാണ് കഥകളിയിൽ ഏറ്റവും മെനക്കെട് അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ, ആ കഥാപാത്രം ബോധ്യപ്പെടുത്താൻ ഏറ്റവും മെനക്കെട് ഉള്ള ഒന്നാണ് സന്താനഗോപാലൻ ബ്രാഹ്മണൻ. കൂടിയ പശുര്, കുറഞ്ഞ പശുര്, പാകത്തിൽ നിന്നാ പോരാന്ന് എന്തെങ്കിലും ചെയ്ത് അധികം സാധനം ഒരു വഴി എങ്ങനെയാണ് ആ ദുഃഖം വെച്ചുകൊണ്ട് അഭ്യർത്ഥനയ്ക്ക് പോകുന്ന, അത് ദേഷ്യമായി മാറുന്ന, ആ ദേഷ്യം എനിക്ക് സന്തോഷമായി മാറുന്ന, പിന്നീട് അത് നിന്ദിക്കാൻ മനസ്സ് ഒരുങ്ങുന്ന ഒരുപാട് എഴുത്തിനുള്ളൊരു വേഷമാണ്.
ആ സംഭാവനോപരം ബ്രാഹ്മണൻ എന്ന വേഷം ഏറ്റവും ഭംഗിയോടെ ചെയ്യുന്ന ആ ഒരെണ്ണം എടുത്തു പറഞ്ഞാൽ മാത്രം ചെയ്യുന്ന കേരളത്തിലെ കലാകാരന്മാർ ഒരേ ഒരാൾ വിഭീഷണൻ ഏറ്റവും സന്തോഷപ്പെടുന്നു. ആ തലത്തിൽ അങ്ങനെ തുടങ്ങിയോടെ ഒരു 4-ാം ദിവസം നമ്മുടെ ക്ലബിൽ തന്നെ കുറച്ച് കാലം മുമ്പുണ്ടായത് മനസ്സിൽ നിന്ന് പോവാത്ത വിധം ബാക്കി കിടക്കുന്നത്. അത്തരത്തിൽ ഈ കഥകളി ലോകത്തിന് ഭാവി വാഗ്ദാനമായ ശ്രീ വിപിൻ ശങ്കറിന്റെ മാതാപിതാക്കളെ ഏറ്റവും ബഹുമാനത്തോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചാലക്കുടി നവീശൻ സ്മാരക കഥകളി ക്ലബിലെ വിവിധ പരിപാടികളായിട്ട് മറ്റു കാര്യങ്ങൾ ഇവിടെ വന്ന് സഹകരിച്ചതിനുള്ള ഞങ്ങളുടെ നന്ദി ഓർക്കുന്നു. ഇതിലൊക്കെ ഉപരി ആ വളർന്നു വരുന്ന നല്ല കലാകാരന് സർവ്വ ആദരങ്ങളെ ചാലക്കുടി നവീശൻ സ്മാരക കഥകളി ക്ലബ് കഥകളി കൗമാരത്തിന് നൽകുന്ന കഥകളി നടന്മാരും വേഷഭംഗികൾക്കും കഥാപാത്രാവതരണത്തിലെ പ്രായത്തിൽ കവിഞ്ഞ പക്വത കൊണ്ടും കളരിപാഠത്തിന്റെ കഥ കളഞ്ഞ ചൊല്ലിയാട്ട മികവ് കൊണ്ടും ശ്രദ്ധേയനായ ശ്രീ കലാമണ്ഡലം വിപിൻ ശങ്കറിന് ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് 2022 നവോത്സവ പുരസ്കാരവും സുവർണമുദ്രയും ആശീർവാദ പത്രവും നൽകി ആദരിക്കുന്നു. ഈ ആശീർവാദ പത്രം അദ്ദേഹത്തിന് നൽകുന്നതിനായി ക്ലബ്ബ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള പുരസ്കാരം നൽകുന്നതിനായി ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ശശിധരൻ അവരെ ക്ഷണിക്കുന്നു. പുരസ്കാരവും പൊന്നാടയും നൽകുന്നതിനായി ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പി സി ശശിധരൻ അവരെ ക്ഷണിക്കുന്നു. പിന്നീട് നന്ദി പറയാൻ തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് പറയുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദപ്പ കഴിക്കാൻ വിപിന് മാത്രം അവസരം കൊടുക്കും. സത്യത്തിൽ വേഷം കിട്ടിയിട്ടായതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ടിയില്ല എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുകയല്ല. പ്രത്യേകിച്ചൊന്നും പറയില്ല. ഗുരുനാഥന്മാർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സമർപ്പിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ആക്കി മാറ്റിയത് തന്നെ അവിടെ നിന്ന് ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും സദനത്തിന് കരസ്ഥമാക്കി ഇപ്പൊ കഥകളി ഡിഗ്രി കൂടി അധ്യാപനമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിലേക്ക് ആവശ്യം. അതിനുവേണ്ടി RLV കോളേജിൽ ഗ്രാജുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ ചിന്തയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന അദ്ദേഹത്തെ ഗുരുക്കന്മാരെ പാറ നാരായണ നമ്പൂതിരി, ഡോക്ടർ സദനം ഹരികുമാർ, സദനം ശിവദാസൻ, സദനം ജ്യോതിഷ് ബാബു മുതലായ അധ്യാപകർ നേരത്തെ സദനത്തിൽ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ ഭാഗ്യമായിട്ട് ഇന്ന് നല്ല കഥകൾ പൊന്നാനി കാണാവുന്ന പ്രാപ്തി നമ്മൾ തന്നെ ഇവിടെ കണ്ടു. ആ കൊച്ചുമിടുക്കന് ഇപ്പോൾ ഈ തരുന്ന ഒരു സമ്മാനം ഞങ്ങളുടെ മനസ്സിൻ്റെ സമ്മാനമായി കണക്കാക്കി അത് പ്രചോദനമായി കണ്ട് ഈ കലയിൽ ഉറച്ചു നിൽക്കാനും ഗുരുനാഥന്മാരുടെ വാക്കുകൾക്ക് കാതോർക്കാനും ആസ്വാദകർക്ക് പുണ്യമായി ഈ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാനും ഒരു വലിയ അനുഗ്രഹമാവട്ടെ. ശ്രീ സദനം പ്രേമനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയും സുഖമായി നമുക്ക് പെരുമാറാവുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റിൽ ഞാൻ ആദ്യം ചേർത്ത പേരുകളാണ് സമർപ്പിക്കുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാനിപ്പോഴും പരിചയപ്പെടുന്ന ആസ്വാദകരും ഈ സംഘാടകരെയൊക്കെ എൻ്റെ സ്ഥാപനത്തിലെ മാഷന്മാരായിട്ട് കാണുന്ന തരത്തിലാണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതിലും സ്വതേ കഥകളിയുടെ മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന പുതുക്കുന്ന അകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുട്ടുക്കുന്ന കാണിക്കുന്ന ബഹുമാനത്തിൻ്റെ വലുപ്പം ചിന്തിക്കാൻ പറ്റാത്ത അങ്ങനെയൊരു വഴി കേരളത്തിന്റെ തനത് കലയായ കഥകളിയുടെ പുതുതലമുറയിൽ RLV സംഗീത കോളേജിൽ ഉപരിപഠന വിദ്യാർത്ഥിയും കഥകളി സംഗീതത്തിൽ സദനം വഴിയുടെ സംഗീത ശോഭയുമായ ശ്രീ സദനം പ്രേമന് ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബ് 2022 ചാലക്കുടി നമ്പീശൻ സ്മാരക എൻഡോവ്മെന്റ് പുരസ്കാരവും ആശീർവാദ പത്രവും നൽകി ആദരിക്കുന്നു. ചാലക്കുടി 28-5-22 ചാലക്കുടി വേണു നമ്മുടെ സെക്രട്ടറി ശ്രീ PA മേനോൻ പ്രസിഡന്റ്. ആദരവോടെ ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിനുള്ള
ശ്രീ കെ നാരായണൻ നമ്പീശൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാ ആശംസകളും ശ്രീ സദനം പ്രേമിക്കുന്നു. ഇനി മൂന്നാമതായി മറ്റൊരു ഭാഗ്യത്തെക്കുറിച്ച് പറയാനുള്ളത്, ഈ നവഭവ പരിപാടി തുടങ്ങിയതുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആൾക്കാരാണ് രാധാകൃഷ്ണ മാഷ്, മോഹനേട്ടൻ, അരുൺ, സുജിത്ത്, അതുപോലെ മരിച്ചുപോയ സുരേഷ് മാഷ്. ഇവരെല്ലാം കൂടെ അവിടെ തുടങ്ങുമ്പോൾ 7 കഥയോ 6 കഥയോ ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 1:30 വരെ 2 വരെ ഇരുന്നുണ്ട്. പെരും മഴ. ഈ വന്ന കുട്ടികൾക്കൊന്നും ഇതുപോലെ സ്വന്തമായി അരങ്ങിൽ കയറി കൂടെ സീനിയേഴ്സ് ഇല്ലാതെ ഒരരങ്ങ് കിട്ടുന്ന രീതി നിലവിലില്ലാത്തൊരു കാലത്താണ് അത് വേണ്ടത്. ഒരു പരപ്പ് കുട്ടി പിള്ളേരുകൾ ആദ്യത്തെ തുടങ്ങിയിട്ടൊരു വലിയ ബാച്ച്, വിശാഖ ആദ്യത്തെ തുടങ്ങിയിട്ടൊരു വലിയ ബാച്ച്, അങ്ങനെ അവരൊക്കെ വന്ന് തേച്ച് തുടങ്ങിയപ്പോൾ പതിവില്ലാതെ ഞാൻ ക്ഷണിക്കാത്ത ഒരാള് അണിയറിയുന്നു, ശ്രീ കലാമണ്ഡലം ശ്രീ പി ചക്രവർത്തി. അപ്പൊ ഇയാളെ ഞാൻ ക്ഷണിച്ചിട്ടേ ഈശ്വര എന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം ക്ഷണിക്കാത്തവരൊന്നും കളിക്ക് വരികയും അങ്ങനെ പ്രശ്നം തീരില്ല. ശിബി എന്താ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഓരോ കുട്ടിയെ ഒരുക്കി സ്റ്റേജിൽ കയറ്റി. ഇപ്പോഴും ഞാൻ ഓർക്കണ്ടേ, നരകാസുരന്റെ അമ്പും ബില്ലൊക്കെ അണിയറക്കാരനോട് ഉണ്ടായിട്ടും ബോധ്യം പോലെ ശിബിക്ക് നേരത്തെ കിട്ടുമെന്ന്. ആദ്യത്തെ നരകാസുരൻ ഞാൻ വന്നിട്ട് ആ നേരത്തിന് ആ സ്റ്റൂളുമെന്ന് എടുക്കാൻ പാകത്തിന് അത് കൊണ്ടുവയ്ക്കാനുള്ള വ്യഗ്രത, ആ കൂടെ താഴെയുള്ള കുട്ടികളോടുള്ള സ്നേഹം എളുപ്പമല്ല കഥകളി കലാകാരനത് കാണാൻ. അതാണ് ഞാൻ ആദ്യം കണ്ട ശിബി ചക്രവർത്തി. അവിടുന്ന് അത് തുടർന്നു പോകും. ഓരോ നവഭവയ്ക്കും ക്ഷണിക്കാതെ ശിബി ഇവിടെ വന്നിരുന്നു. എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിച്ചു. അതിൽ ഒരു തവണത്തെ മറക്കാൻ പറ്റാത്തൊരു കാര്യം, അങ്ങനെ വന്ന ശിബിയെ ഉണ്ണിയേട്ടന് കണ്ടു മതിയായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ചെയ്തൊരു കഥ എവിടെയെങ്കിലും ഒഴിവാകണമെങ്കിൽ ശിബിയുടെ വേഷം വയ്ക്കണം. അങ്ങനെ അന്ന് ഒരു ജരാസന്ധൻ, അതിൻ്റെ ഒപ്പം ഏറ്റവും സന്തോഷത്തോടെ ഇപ്പൊ അകത്തൊരുങ്ങുന്ന ശ്രീരാമന്റെ ബാക്കി അല്ലെ കത്തിവേഷം ഉത്തരാശമല്ലേ. അങ്ങനെ 2 കഥ അന്ന് കഥ തീരുമാനിച്ച് ഇവർക്ക് വേഷം കൊടുത്തോളം അവതരിപ്പിച്ചു. ആ ഉണ്ണിയേട്ടന്റെ കണ്ണീക്കോടെ എന്നെ ശിബിയെ കണ്ടു. ഇരുന്നില്ല. 2 കൊല്ലം മുമ്പ് ഇവിടെ വെച്ച് നടന്ന നവഭവയ്ക്ക്, ഞാൻ പേര് പറയില്ല കലാകാരൻ, അത് ശരിയല്ല, ഇതേമാതിരി കുട്ടികൾക്കുള്ള അവസരം. ആ കുട്ടികൾ വന്നപ്പോൾ എനിക്ക് തലേ ദിവസം വന്നതൊക്കെ ഇവിടെ രാത്രിയായപ്പോൾ ഇതിൽ പ്രധാന വേഷം ചെയ്യേണ്ട കലാകാരൻ കുറേശ്ശെ കരയുന്നു. അവന് പിറ്റേ ദിവസം വേഷം ചെയ്യാൻ ബുദ്ധിമുട്ടാവും, എന്നെ കൊണ്ട് അത്രയും പറ്റില്ല, പക്ഷേ പറ്റുന്ന വിചാരിച്ചാൽ വന്ന ഇപ്പം എനിക്ക് ഉറപ്പില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതാണ് 2 വർഷം. ഇവരൊക്കെ ഇപ്പം ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ, മറക്കണ്ട, ഞാൻ പറയാതെ വരുന്നു. അപ്പൊ ഞാൻ നോക്കി ഒറ്റ വഴിയുള്ളൂ, ഇതിനൊരു പരിഹാരം ഒന്നേ ഉള്ളൂ, ശിവയെ വിളിക്കണം. അപ്പൊ അതിൽ എത്തിയിട്ടില്ല, നല്ല ദിവസം എത്തിയിട്ടില്ല, പിറ്റേ ദിവസം വരെയിരിക്കും. വിളിച്ചു. എന്ത് മന്ത്രവാദം ചെയ്തതെന്ന് അറിഞ്ഞില്ല. അന്ന് ചെക്കൻ നിലവിളിക്കാണ്ട് കഴിഞ്ഞു, നിലവിളി നിർത്തി കഴിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് വന്നു വേണ്ട തട്ടും പൊടിയും തേങ്ങയും വാങ്ങിയൊക്കെ കൊടുത്തു, പേടിപ്പിക്കലൊക്കെ നിർത്തി. കണ്ടതിന് സൂപ്പറായിട്ട് ഒരു ഉത്തരാസേനും ദുര്യോധനൊരു ദക്ഷനും ഇവിടെ ചെയ്തിട്ട് ആ കുട്ടി പോയി. എത്ര പ്രചോദനം ശിബിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് താങ്കൾക്ക്. ഇനി അത് വിടുക, ശിബിയുടെ വേഷങ്ങളെടുക്കുക. ആ പഠിച്ച സാധനങ്ങളെയൊക്കെ എവിടുന്ന് കണ്ടാലും സ്റ്റോക്ക് ചെയ്ത് അതൊന്നൊരു അരിപ്പ വെച്ച് അരിച്ച് നല്ലത് മാത്രം എടുക്കുന്ന പ്രവൃത്തി. സർവ്വം കാണും, സർവ്വം സ്വീകരിക്കും, സ്റ്റോക്ക് ചെയ്യും. എന്നിട്ടൊരു അരിപ്പ, എൻ്റെ സ്വന്തം അരിപ്പ, ഈ അരിപ്പ വെച്ചിട്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്, ശരിക്കും വീട് ചേലക്കരയാണ്. അച്ഛൻ ശ്രീ ഗംഗാധരൻ, അമ്മ വിജയ ഇവിടെ എത്തിയിട്ട് ഏറ്റവും ആദരവോടെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഒപ്പം സന്തോഷം. ആ സ്ഥലത്തിനെ കുറിച്ച് കറക്റ്റ് ചെയ്തു തന്നതാണ്.
അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മാതാപിതാക്കളുടെ ഭാഗ്യം പഠിപ്പിച്ച അധ്യാപകർക്ക് ഓരോരുത്തർക്കും അഭിമാനമായിട്ട് കലാമണ്ഡലത്തിൽ 13 പഠനം ബിരുദം, 15 ബിരുദാനന്ദ ബിരുദം, 18 എം.ഫിൽ അത്രയും വരെ ശിബിയുടെ കഴിഞ്ഞുണ്ട്. മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള കലാകാരന്മാരുടെ കഥകളി കാഴ്ച, ആ വാക്ക് തന്നെ പറയണം. കലാകാരന്മാർ കഥകളി എങ്ങനെയാണ് കാണണേ? അവർ കളിക്കണവരാണല്ലോ, അവരെങ്ങനെയാണ് കഥകളി കാണണേന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കലാകാരനാണ് ശിബി. ഇവിടെ വരുന്ന ആശാന്മാരെ കുറിച്ചും ആശാന്മാരുടെ പഠന പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ ശിബിക്ക് ഒരു ധാരണ. അതൊക്കെ ശിബിയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇന്ന് ശിബിക്ക് പറ്റും. ആ പഠിപ്പിക്കാൻ മികവ്, കഥാപാത്രത്തെ അറിഞ്ഞ് വേദിയിൽ അവതരിപ്പിക്കാനുള്ള മറ്റൊരു മികവ്, താടിവേഷങ്ങൾ ചെയ്യുന്ന ശിബി ഇന്ന് ചെയ്ത ബലഭദ്രര് ഇപ്പോഴും എൻ്റെ സന്തോഷം, രോമാഞ്ചമാണ്. ഞാൻ ഇടാൻ തീരുമാനിച്ച മാർക്ക് ഒരു 65 ആണെങ്കിൽ ഇന്നൊരു 98 മാർക്കോടെ ആ ബലഭദ്രൻ ചെയ്തു. ഇന്നത്തെ ബലഭദ്രൻ അതിന് നിങ്ങളെല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുന്നു. കാരണം സ്വതവേ പച്ചവേഷങ്ങൾ ചെയ്യുന്ന അധികം ചെയ്യാൻ അവസരം വരാത്ത ഒരാളെ ചെയ്യും. അവസരം വരണം, ഇനി കൊടുക്കണം. ഇവിടെ കണ്ട ഓരോ പാഠമായി കൂടി ആ ഇന്നത്തെ ആ കളി ഇവിടെ അനുഗ്രഹമായി. ആ തരത്തിൽ ഈ കലയെ ഒരു വ്യത്യസ്ത കോണിൽ കാണുന്ന, ഒരു വ്യത്യസ്ത കോണിൽ സമീപിക്കുന്ന, ഒരു വ്യത്യസ്ത കോണിൽ അവതരിപ്പിക്കുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനെ ശിബിയെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾക്ക് കൂടി ഭാഗ്യമുണ്ടായ ഈ ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ്ബും ഒരട്ടി ആസ്വാദന സമിതിയും സംയുക്തമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ച 3 അവാർഡുകളിൽ ഒരെണ്ണം കഥകളി അവാർഡായിട്ടും മറ്റു 2 എണ്ണം എൻഡോമെന്റ് അവാർഡായിട്ടാണ് തീരുമാനിച്ചത്. അതിൽ കഥകളി അവാർഡിന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ശിബി ചക്രവർത്തിയെ ആദരപൂർവ്വം അത് സ്വീകരിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് നൽകുന്നതിനായി കൊരട്ടി ആസ്വാദന സമിതിയുടെ എന്താ പറയുക ബന്ധമായ ശ്രീ രാധാകൃഷ്ണൻ മാഷിനെയും ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായിട്ട് ശിബിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ക്യാഷ് അവാർഡ് ഇനി അദ്ദേഹത്തിനുള്ള ആശീർവാദ പത്രമാണ് ഒന്ന് വായിച്ചു സമർപ്പിക്കുന്നു. കേരളത്തിൽ തനതുകലയായ കഥകളിയുടെ പുതുതലമുറയിലെ വേഷക്കാരെ ചൊല്ലിയാട്ട മികവ് കൊണ്ടും വേഷപ്പകർച്ച കൊണ്ടും ഗവേഷണ ബുദ്ധിയോടെ അവതരിപ്പിക്കുന്ന കഥാപാത്ര മികവ് കൊണ്ടും ശ്രദ്ധേയനായ ശ്രീ കലാമണ്ഡലം ശിബി ചക്രവർത്തിക്ക് ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിന്റെയും കൊരട്ടി കഥകളി ആസ്വാദന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊരട്ടി സുരേഷ് മാസ്റ്റർ സ്മാരക കഥകളി അവാർഡും ആശീർവാദ പത്രവും നൽകി ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ് അനുമോദിക്കുന്നു. ചാലക്കുടി 28-22 ചാലക്കുടി മേനോൻ നമ്പി സെക്രട്ടറി, ശ്രീ പ്രിയ മേനോൻ പ്രസിഡന്റ് സ്വീകരിക്കുന്ന സമയത്ത് ആശീർവാദപത്രം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശീർവാദപത്രം നൽകുന്നതിനായി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ടി എ മേനോൻ അവരുടെ ക്ഷണിക്കുന്നു. ഈ കലയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് തന്ന ഈ സംഭാവനയ്ക്ക്, ശിബി എന്ന സംഭാവനയ്ക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങളൊക്കെ ആ മാതാപിതാക്കളോട് കൂടി, കാരണം ഇതാണ് ഇതിന്റെ ബലം, ഇതിന് സംഭാവന വരുന്നവരെയാണ് ആശീർവാദ പത്രം നൽകുന്നു. ഇനി അദ്ദേഹത്തിനുള്ള പൊന്നാടി അവാർഡുമാണ്. അത് നൽകുന്നതിനായി ശ്രീ മോഹനൻ ചെറ്റാരിക്കൽ അവരുടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കലയ്ക്ക് പല കലകൾക്കും ഒരുപാട് ബലമായ ശ്രീ മോഹനേട്ടനെ സന്തോഷത്തോടെ കർമ്മനില സ്വീകരിക്കാനായിട്ട് ശുഭിക്കുന്നു.
അവാർഡ് അദ്ദേഹത്തിന് എത്താനുള്ള പ്രധാന കാരണം ഞങ്ങളുടെ കണ്ണിലൊക്കെ കുട്ടിത്തരം വേഷങ്ങളിൽ പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ നവോത്സവ നടത്തുമ്പോൾ ഇയാളുടെ ഒരു വേഷം ഉണ്ടായിരുന്നു, വെളുത്ത നടൻ. ആ വെളുത്ത നടൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി ഇയാളെ ആശാന്മാർക്ക് കറക്റ്റ് ചെയ്യാറുണ്ട്, പൊതുജനത്തിന് കറക്റ്റ് ചെയ്യാറുണ്ട്, ആശാന്മാർക്ക് കറക്റ്റ് ചെയ്യാറുണ്ട്. അതിനൊന്നും നേരമായിട്ടില്ല, കഴിയാതെ നേരമായിട്ടില്ല, ഒരുപാട് അത് നടന്നോട്ടെ. പക്ഷെ പൊതുജനത്തിന് കണ്ട് തെറ്റില്ലാതെ സുഖത്തോടെ കാണാൻ പാകത്തിന് ഇത്രയും എന്താ കേമന്മാർക്ക് മാത്രം കെട്ടാവുന്ന കരുതിയിരുന്ന വിഷങ്ങളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി കഴിയും. എടുത്തൊന്നുകൂടി പറയട്ടെ, ഈ വിഘ്നേഷിന്റെ വളർച്ചയിലും ഉറപ്പായിട്ടും ഒരു കൈ പതിഞ്ഞുണ്ട്. അത് ആദ്യം അവാർഡ് കൊടുത്ത ഷിബി തന്നെയാണ്. ഷിബിയുടെ കയ്യിൽ ശരിക്കും പതിഞ്ഞിട്ടൊരു കുട്ടിയാണ് വിഘ്നേഷ്. അത് എന്തുകൊണ്ട് എന്തൊക്കെയെന്ന് വിടും. അങ്ങനെ ആ കിട്ടിയ അവസരം കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തി പരമാവധി ഭംഗിയായി ചെയ്യുന്ന ആ കുട്ടിയെ ഒരു എൻഡോമെന്റ് അവാർഡാണ് നൽകുന്നത്. ആ എൻഡോമെന്റ് ഒരിക്കലും ഒരു അവാർഡല്ല, ഞങ്ങളുടെ മനസ്സിന്റെ പ്രചോദനത്തിന്റെ ഭാഗ്യമാണ്. ഈ മേഖലയിൽ തൻ്റെ ബാല്യം കഴിഞ്ഞും കൗമാരവും യുവത്വം സമർപ്പിച്ച് കഥകളിക്കാരനായി ഒരു മധ്യപ്രായത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം ഞങ്ങൾ നേടും. അതിലപ്പുറമൊന്നും പറയാൻ നമുക്ക് സമയമില്ല, അയാൾക്ക് സമയമില്ല. അയാൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി. സീനിയേഴ്സിനോട് ചിലരോട് ഞാൻ അയാളുടെ വേഷത്തെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്നും ഒരു സീനിയർ ആരാന്ന് വിടും പറഞ്ഞത്, മാഷക്കും ആൾക്കാർക്കൊന്നും പറയാമെന്ന് കേട്ടോ, ഞങ്ങൾക്ക് പറയാതെ നിങ്ങൾ പറയാം. ആ കുട്ടി അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കയറാൻ പാകത്തിനായി ഭാഗ്യമായിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്ന ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സി വിഘ്നേഷിന് ശൂരനാടാണ് സ്ഥലം. സുനിൽ കുമാർ കൃഷ്ണമ്മ അവരുടെ മകനായിട്ടാണ് ജനിച്ചത്. ഒരുപാട് വഴിയകല അല്ലെങ്കിൽ അവർ ഇവിടെ എത്തിച്ചേർന്നതിന് ആദ്യം അവരെ ഏറ്റവും ആദരവോടെ നമിക്കുന്നു. 2012 മുതൽ 2021 വരെയാണ് ഇപ്പോൾ പഠിച്ചത്. ബിരുദം കഴിഞ്ഞു. കലാമണ്ഡലം ഹരിയാർ നായർ, കലാമണ്ഡലം തുളസി, കലാമണ്ഡലം ശബരിനാഥ്, കലാമണ്ഡലം സൂര്യനാരായണൻ, കലാമണ്ഡലം സോമൻ, കലാമണ്ഡലം ഹരിദാസ്, കലാമണ്ഡലം മുകുന്ദൻ, കലാമണ്ഡലം അരുൺ വാര്യർ തുടങ്ങിയ ശിക്ഷണത്തിലാണ് പഠിച്ചത്. അതിൽ ബാക്കിയുള്ള പല പേരുകളും കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ സോമാശാല കഴിഞ്ഞ അത്യാവശ്യം കിട്ടി കാണും. എൻ്റെ ഒരു ഗുണമൊക്കെ അവിടെ കാണാണ്ടെന്ന് തോന്നുന്നു. ഷിബിയും ആ പേര് പലപ്പോഴും ഓർക്കുന്നതാണ്. ആ കൊച്ചുമിടുക്കന് അത് നൽകുന്നതിനായി നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ആശീർവാദം പ്രസിഡന്റ് നൽകുന്നതിനായിട്ട് സി അരുണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശീർവാദ പത്രം കേരളത്തിന്റെ തനത് കലയായ കഥയുടെ പുതുതലമുറയിൽ കലാമണ്ഡലത്തിലെ വേഷവിഭാഗത്തിൽ ശ്രദ്ധേയനായ വിദ്യാർത്ഥി സി കലാമണ്ഡലം വിഘ്നേഷിന് ചാലക്കുടി കമ്മീഷൻ സ്മാരക കഥകളി ക്ലബിന്റെയും കൊരട്ടി കഥകളി ആസ്വാദന സമിതിയും സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊരട്ടി സുരേഷ് മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് പുരസ്കാരവും ആശീർവാദ പത്രവും നൽകി അനുമോദിക്കുന്നു. ചാലക്കുടി 28-5-22 ശ്രീ ചാലക്കുടി വേണു നമ്മുടെ സെക്രട്ടറി സി ടി എം പ്രസിഡന്റ് സി അരുണിനെ നൽകുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായിട്ട് ശ്രീ ഗോപി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് പ്രിയപ്പെട്ട അവസാനത്തെ കലാകാരനെ അയാളെ പരിചയപ്പെടുത്തുമ്പോൾ അജീഷ് ബാബു നല്ല എപ്പോഴും പേര്. സ്ഥലമൊക്കെ പരിചയപ്പെട്ടു. ഒരു ദിവസം ഒരു കളി കഴിഞ്ഞ് ഞങ്ങളുടെ മടക്കൊക്കെ അർദ്ധരാത്രിക്കുള്ളത് മടങ്ങുമ്പോൾ സ്ഥലം ചോദിച്ച് പിടിച്ചു നോക്കുമ്പോൾ മലപ്പുറം എടപ്പാട് അങ്ങനെയൊക്കെ പറഞ്ഞു എടപ്പാട് ഇങ്ങോട്ട് പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ആനന്ദപുരത്താണ് അമ്മ വീട്. അപ്പോൾ ഒരു ആനന്ദപുരക്കാരനെ കിട്ടിയൊരു സന്തോഷം എനിക്ക് വേറെ ചില കാരണം കൊണ്ടാണ്. അങ്ങനെ ആനന്ദപുരത്ത് ആണ് അമ്മ വീട് എന്ന് അറിയാൻ സാധിച്ചു. വേഷം ഞാൻ ആദ്യമായിട്ട് 12 അവിടെ ഇവിടെയൊക്കെ കണ്ടേണ്ടു. അത് കഴിഞ്ഞ്
കഴിഞ്ഞ നവഭാവയ്ക്ക് വേഷം തീരുമാനിച്ചപ്പോൾ ഭാഗ്യമായ രണ്ടാൾക്കാരെ രണ്ടാളും കേട്ടോ, അജീഷും വിഘ്നേഷും. അജീഷിന്റെ ഒരു കത്തിവേഷമാണ് തീരുമാനിച്ചത്, ബാലി വിജയൻ രാമൻ. സത്യം പറയാലോ, ഈ കൗമാരൻ അങ്ങനെ ഒരു സാഹസം അത്രയും ഭംഗിയായിട്ട് ചെയ്യുന്ന ഇത് തീരുമാനിക്കുമ്പോഴും കാണാൻ പോയപ്പോൾ വിചാരിച്ചിരുന്നു. വൃത്തിയും വെടുപ്പോടെ ആ കത്തിവേഷം ബാലി വിജയൻ അസലായിട്ടാണ് അവതരിപ്പിച്ചു. ഇന്നിതാ എന്താ അജീഷ് നമുക്ക് മനസ്സിലാക്കാൻ, ഒരു കൃഷ്ണനെ നിങ്ങൾ കണ്ടുല്ലോ. ഞാൻ പഠിത്ത കാലത്തെ കണ്ടതിൽ ഇത്രയും വലിയ കാട്ടുകള്ളൻ കൃഷ്ണനെ കണ്ടിട്ടില്ല. നല്ല ഒന്നാന്തരം കാട്ടുകള്ളൻ ഇല്ലാതെ ആ ചേട്ടനെ അങ്ങനെ തന്നെ മെഴുകുന്ന ആ കുട്ടികൃഷ്ണൻ. അവിടെ ഒരു സന്തോഷം പറയട്ടെ കേട്ടോ. ഇയാൾക്ക് അത് ചേരും എന്ന് എന്നോട് പറഞ്ഞതും പറയട്ടെ. ഷിബി തന്നെ ഇവിടുത്തെ ഒരുപാട് അഭിപ്രായം അയാളുടെ കൂടെ കുട്ടി അത് ചോദിച്ചത് ആ കൂട്ട് വല്ലാണ്ടൊരു വേറെ ചെയ്തതായിരിക്കാം. എന്തായാലും ആ വേഷത്തോട് കാണിക്കുന്ന ഒരു പക്വതയുണ്ട്. വല്ലാണ്ട് എന്തൊക്കെയോ കാണിക്കാൻ പറ്റുന്നൊരു വേഷമാണ് കൃഷ്ണൻ ഇവിടെ വന്നത്. ചേഷ്ടകളാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ രണ്ട് കണ്ണിലെ കള്ളത്തരം കൊണ്ട് അത്യവസാന കൃഷ്ണനെ അവതരിപ്പിക്കും. ഒരു ഒന്നാന്തരം ഈ സങ്കടത്തിന്റെ ഇടയിൽ ഒരു കയ്യടിക്ക് വകയുണ്ടായിട്ട് ഒന്നാന്തരമായിട്ട് കൃഷ്ണനെ അവതരിപ്പിക്കും. ആ ഒരു രീതി ഈ കഥാപാത്രത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ആ ബാധ്യത. ഇപ്പൊ അറിവിലാണ് അല്ലെ, അറിവിലാണ് പഠിക്കുന്ന ബിരുദവുമായിട്ട് ബന്ധപ്പെട്ട് കലാമണ്ഡലത്തിനെ കഴിഞ്ഞ് ആ ബാധ്യത കൂട്ടലാണ് ഞങ്ങളുടെ പണി. ഈ കാണിക്കുന്ന ഇതിനോടുള്ള ബാധ്യത കൂട്ടലാണ് ഞങ്ങളുടെ പണി. അജീഷിന്റെ മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അവര് മുമ്പിലേക്ക് വരണമെന്ന സന്തോഷത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ ഭാഗ്യത്തിനെ ഈ കഥകളി ലോകത്തേക്ക് തന്ന അവരെ ആദ്യം മനസ്സുകൊണ്ട് നമിക്കണം. ഈ കിട്ടിയ ഈ ഒരു ചെറിയ സമ്മാനം വലിയൊരു ചുമതലയായിട്ട് കണക്കാക്കാൻ പ്രിയപ്പെട്ട ആ ബാല്യത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, കൗമാരം എന്ന് പറയാറായിട്ടില്ല, കഥകളി കൗമാരമായിട്ടില്ല. കയ്യിലിപ്പൊക്കെ കൗമാരത്തിന്റെ ആണെങ്കിലും കഥകളിയുടെ ബാല്യമായിട്ടില്ല. അതൊക്കെ കൗമാരത്തിന്റെ ആയിട്ടുണ്ടാവും. പക്ഷെ കഥകളി ബാല്യത്തിന് ഏറ്റവും സന്തോഷം. ആശീർവാദപത്രം. കേരളത്തിന്റെ തനത് കലയായ കഥകളിയുടെ പുതുതലമുറയിൽ കലാമണ്ഡലത്തിലെ വേഷവിഭാഗത്തിൽ ശ്രദ്ധേയനായ വിദ്യാർത്ഥി ശ്രീ കലാമണ്ഡലം അജീഷ് ബാബുവിന് ചാലക്കുടി നമീശ്വർ സ്മാരക കഥകളി ക്ലബിന്റെയും കൊരട്ടി കഥകളി ആസ്വാദന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊരട്ടി സുരേഷ് മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് പുരസ്കാരവും ആശീർവാദപത്രവും നൽകി അനുമോദിക്കുന്നു. ചാലക്കുടി 28/5/22 സെക്രട്ടറി ശ്രീ നമ്മുടെ ശ്രീ ടി എ മേനോൻ പ്രസിഡന്റ് നൽകുന്നതിനായി ഈ വരുന്ന മാന്യദേഹത്തിന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇന്ന് ധാരാളം കുട്ടികളുമായി കഥകളെ പരിചയപ്പെടുത്താൻ എത്തിയ വാളൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, ഞങ്ങളുടെയൊക്കെ ഈ ജില്ലയിലെ ഒരുപാട് ഹെഡ് മാസ്റ്റർമാരായിരുന്നവര് ഇപ്പൊ ആയിട്ടുള്ളവരുടെയൊക്കെ റോൾ മോഡലുമായ ശ്രീ ദീപു മാഷാരുടെ കൂടെ ശ്രമിക്കുന്നു. ഏറ്റവും മികച്ച അധ്യാപനം നിന്ന് വാങ്ങാനുള്ള ഭാഗ്യം അധീഷ്ഠാനുണ്ടായ സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തിനുള്ള സമ്മാനങ്ങൾ നൽകുന്നതിനായി നമ്മുടെ ട്രഷറർ ശ്രീ കെ ചന്ദ്രൻ അവരുടെ ക്ഷണിക്കുന്നു. ദീപുമാഷെ ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. 2 വാക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് കൂടി ദീപുമാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ മാതാപിതാക്കളോടുള്ള ഞങ്ങളുടെ എല്ലാ ആദരവും രേഖപ്പെടുത്തുന്നു. 2 വാക്ക് ആശംസകൾ സംസാരിക്കുന്നതിനായിട്ട് ശ്രീ ദീപുമാഷ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രതീക്ഷിതമായിട്ടുള്ളൊരു ക്ഷണമായതുകൊണ്ട് ആ കണ്ട ഒരു കഥ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. തൊട്ട് സ്കൂളിൽ കുറേയധികം പണികളായിരുന്നു. രാവിലത്തെ ഒന്നും പരിപാടികൾ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷെ വന്ന ആ ഒരു മുഹൂർത്തം എന്തുകൊണ്ടും മറക്കാനാവാത്ത കുറെ കാലം ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പക്ഷെ ആ ഒരു ചരിത്രം നോക്കിയാൽ അതിഗംഭീരമായ ഒരു മുഹൂർത്തം നൽകിയ കലാകാരന്മാർ, പ്രത്യേകിച്ച് ആ ജ്യേഷ്ഠ അനുജന്മാരെ ഭദ്രരെയും ശ്രീകൃഷ്ണനെയും മനസ്സാ നമിച്ചുകൊണ്ട് ആ
എന്താ പറയാ, അതിന് വാക്കുകളില്ല. അത്ര മനോഹരമായി അത് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. ഞാൻ അവസരമൊരുക്കിയ ചാലക്കുടി ദർശന ക്ലബിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. അതോടൊപ്പം എനിക്ക് ഒരു വേദനയുള്ള ഒരു ഓർമ്മയാണ് ഉണ്ണിയേട്ടൻ. കാരണം വ്യക്തിപരമായി ഒരുപാട് പ്രോത്സാഹനങ്ങൾ പെട്ടെന്ന് പറഞ്ഞോട് ആകെ സംശയത്തിലായിരുന്നു എന്താ പറയേണ്ടതെന്ന്. പക്ഷെ അധികം ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാ കൊല്ലവും ഈ നവഭവ എന്ന് പറയുന്ന ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ വലിപ്പം കൊണ്ട്, പ്രായം കൊണ്ടൊക്കെ ഞാൻ പറയില്ല, വലിപ്പം കൊണ്ട് ഇത്ര വലുതായിരുന്നു. എന്നാൽ കലാകാരി എന്ന തലത്തിൽ വളരെ ചെറിയ കുട്ടി, വിദ്യാർത്ഥിയായിട്ട് നിൽക്കുന്ന എന്നെ പോലെയുള്ള എല്ലാവർക്കും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു ദിവസമാണ് എല്ലാ കൊല്ലവും ഈ നവഭവ. ഈ രംഗത്തേക്ക് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പലവരുടെയും കുത്തുവാക്കുകളായിരുന്നു. ഇത്ര നല്ല പഠിത്തമുണ്ട്, ജോലിയുണ്ട്, അവിടെ പോയിക്കോടെ ഇവിടെ പോയിക്കോടെ, എന്തിനാ ഈ കലയിലേക്ക് എല്ലാം വിട്ടിട്ട് വരണേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതിനുള്ള പ്രചോദനങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന എൻ്റെ അനിയന്മാർ. അത്രയും ഭദ്രമാണ് ഈ കല എന്ന് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്കും ഒരു ആസ്വാദക എന്നുള്ള നിലയ്ക്കും പല തരത്തിൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ള ആൾക്കാരാണ്. ആസ്വാദകയായി ഇരിക്കുമ്പോൾ അവരുടെ പ്രവൃത്തികളെ കുറിച്ചിട്ട് അവരോട് തന്നെ സംസാരിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഈ ഒരു തലമുറയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തിന് എന്ന് ഇപ്പോഴും മറുപടി കിട്ടിയില്ലെങ്കിലും കുറേ സീനിയർ കലാകാരന്മാരായിട്ട് നിൽക്കുന്നവർക്ക് പോലും പലതരത്തിലുള്ള കുശുമ്പും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉണ്ടോയെന്ന് തോന്നി തുടങ്ങുന്ന ആ സമയത്ത് പോലും പ്രചോദനം കിട്ടിയത് ഈ തലമുറയിൽ നിന്നാണ്. അതിന് ഞാൻ ഒറ്റ കാരണമേ പറയുള്ളൂ. അവര് ഈ കലയിൽ കണ്ടിട്ടുള്ള വിശ്വാസം, അവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അവർക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്. വിപിനായാലും ശിബിയായാലും ഒരുപാട് ചർച്ചകൾ, ഇതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക, അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക, ഇതെങ്ങനെയാണ് കാണിക്കുക എന്ന് അതുകളെക്കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തിരിച്ചു വന്നു എന്ന് പറയാം. തിരിച്ചു വരുന്നു എന്ന് പറയാൻ കാരണം എനിക്കത്ര പ്രായമായിട്ടില്ല. പക്ഷെ അച്ഛൻ്റെ ഒപ്പം കഥകളി കണ്ട് നടന്ന കാലം രാമട്ടിയാശാനും ശിവരാമാശാനും കോട്ടയത്തൊരു കുട്ടി